2023 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം ഓൾ ദി സിയേഴ്സിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് ചാൻ ഷിയാഷിയ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവളെന്ന വിമാനത്തിൽ തന്റെ സാധനങ്ങളൊക്കെ എടുത്തുവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വെയിറ്റുള്ള ലഗേജ് ആയതിനാൽ അത് ഓവർഹെഡ് കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റിവെക്കാൻ അവൾ കുറച്ച് ബുദ്ധിമുട്ടി. അവൾ അവളുടെ ഹോം ടൗണിലേക്ക് മടങ്ങുകയാണ്. ആ സമയമായിരുന്നു മുൻ സീറ്റിൽ ഇരുന്നിരുന്ന പരിചയമുള്ളൊരു വ്യക്തിയെ അവൾ കണ്ടത്. ആ പയ്യനെ കണ്ടതും അവളുടെ മുഖം മാറി. യാഥാർത്ഥ്യത്തിൽ അത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. വല്ലായ്മ തോന്നിയ അവൾ അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു. പ്ലെയിൻ ലാൻഡ് ചെയ്തതും അവൾ വേഗത്തിൽ തന്റെ വീട്ടിലേക്ക് തിരിച്ചു. അച്ഛന് സുഖമില്ലെന്നറിഞ്ഞിട്ടായിരുന്നു അവൾ നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. വീട്ടിലെത്തിയതും വീട്ടിലേക്ക് ഇടയ്ക്ക് വരാത്തതിനെ ചൊല്ലിപ്പറ്റി പറഞ്ഞ് വന്നപാടെ അമ്മ ചീത്ത പറയാൻ തുടങ്ങി. അവിടെ ഒരു വഴക്കുണ്ടാക്കി കാര്യങ്ങൾ വഷളാക്കണം എന്ന് ഷിയാഷിയക്കുണ്ടായിരുന്നില്ല. അവൾ അച്ഛനടുത്തെത്തി അച്ഛന്റെ സുഖവിവരങ്ങൾ തിരക്കി. ശേഷം ആശുപത്രിയിൽ പോകുവാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അവൾ തന്റെ റൂമിൽ ഫ്രഷായ ശേഷം ഇരിക്കുമ്പോൾ തന്റെ പഴയൊരു പെട്ടി തുറന്നു. അതിലൊരു വാക്ക്മാൻ ഉണ്ടായിരുന്നു. അത് കണ്ടതും അവളുടെ ഓർമ്മകൾ എക്സ് ബോയ് ഫ്രണ്ടിലേക്കും പഴയ കാലത്തിലേക്കും തിരിഞ്ഞു. വർഷം 2005. ഗ്രാമത്തിൽ നിന്നും ഷിയാഷിയ പഠിക്കുവാൻ നഗരത്തിലേക്ക് എത്തിയ കൊല്ലം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിട്ടായിരുന്നു അവളുടെ ആ വരവ്. സ്കൂളിന്റെ ഡോർമെട്രിയിലേക്ക് അവളെ കൊണ്ടുചെന്നാക്കുവാൻ അവളുടെ കുടുംബം ഒന്നടങ്കം വന്നിരുന്നു. സ്കൂളിലേക്ക് എത്തിച്ചേർന്ന് അവൾ കണ്ടത് ഹെഡിഞ്ചുറിയുമായി ഇറങ്ങി വരുന്ന ഒരു പയ്യനെയായിരുന്നു. ആ പയ്യനെ കണ്ടതും ഒട്ടും മടിയില്ലാതെ ഷിയാഷിയ അവന് ബ്ലഡ് തുടയ്ക്കാൻ കുറച്ച് ടിഷ്യൂസ് കൊടുത്തു. അവളെ ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ ആ പയ്യൻ കടന്നുപോയി. അന്നായിരുന്നു അവൾ ആദ്യമായി ലീറാൻ എന്ന തന്റെ എക്സിനെ കണ്ടത്. പിന്നാലെ ഡോം ഗാർഡ് എത്തി ഷാഷയെ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ചെറിയ മുറിയായിരുന്നെങ്കിലും ഷിയാഷിയക്ക് അതിൽ ഒരുപാട് സന്തോഷം തോന്നി. ആ സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് തന്നെ അവളുടെ സ്വപ്നം സഫലമാക്കുന്നതിന്റെ ആദ്യഘട്ടമായിട്ടായിരുന്നു അവൾ കണ്ടിരുന്നത്. അവൾ റൂമൊക്കെ ക്ലീൻ ചെയ്തു. ശേഷം തന്റെ പുതിയ സ്കൂൾ യൂണിഫോം ഒന്ന് ധരിച്ചു നോക്കാൻ ശ്രമിച്ചു. അതേസമയം ആ റൂമിലേക്ക് കുറച്ചു കുട്ടികൾ ഓടിയെത്തുന്നുണ്ടായിരുന്നു. സ്കൂൾ സെക്യൂരിറ്റി ഗാർഡിന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി ഷാഷാവിനെ തന്റെ മുറിയിൽ ഒളിക്കാൻ വിട്ട് പുറത്തേക്ക് ഫുഡിനായി നടന്നു. ശേഷം വഴിയിൽ വെച്ച് അവളൊരു ടീച്ചറെ കണ്ടു. തന്റെ മുറിയിൽ പോയ പയ്യൻ പിടിക്കപ്പെട്ടിരിക്കുമോ എന്നൊരു ഭയം അവളുടെ ഉള്ളിൽ അപ്പോഴേ തോന്നിയിരുന്നു. അതുകൊണ്ട് അവൾ റൂമിലേക്ക് തിരികെ ചെന്ന് നോക്കി. ഭാഗ്യത്തിന് അവൻ മറഞ്ഞിരുന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷിയാഷിയ വന്നതും അവൻ ചാടി ഇറങ്ങി വന്നു. തന്നെ സ്വയം അവൾക്ക് പരിചയപ്പെടുത്തി. തന്റെ പേര് ലീറാൻ എന്നാണെന്ന് പറഞ്ഞു. പരിചയമില്ലാത്ത വ്യക്തിയായതിനാൽ അകലം പാലിക്കുവാൻ ആദ്യമേ ഷിയാഷിയ ശ്രമിച്ചിരുന്നു. ലീറാൻ പക്ഷേ അവളോട് അടുപ്പത്തിൽ പെരുമാറി. അവൾക്കൊരു വാക്ക്മാൻ സമ്മാനമായി കൊടുത്തു. വേണ്ടെന്ന് അവനാദ്യം പറഞ്ഞെങ്കിലും ലീറാൻ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ അവൾക്കത് സമ്മതിക്കേണ്ടി വന്നു. അവരുടെ കഥയുടെ തുടക്കമായിരുന്നു അത്. വൈകാതെ സ്കൂൾ ദിവസങ്ങൾ ആരംഭിച്ചു. ആദ്യ ദിവസങ്ങളിൽ ആ സ്കൂളിന്റെ അന്തരീക്ഷവുമായി മാച്ച് ചെയ്യുവാൻ ഷിയാഷിയ കഷ്ടപ്പെട്ടിരുന്നു. വില്ലേജിൽ നിന്ന് വന്ന അവൾക്ക് ആ സ്കൂളും പരിസരവും വളരെയധികം വ്യത്യസ്തമാർന്നതായിരുന്നു. വില്ലേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അവളായിരുന്നെങ്കിലും അവൾ അപ്പോൾ പഠിക്കുന്ന ഹൈസ്കൂൾ അത്രമേൽ മികച്ച കുട്ടികളെ ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. പലരും അവളേക്കാൾ ഏറെ സ്മാർട്ടുമായിരുന്നു. അക്കാഡമിക്സിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടുമ്പോഴും വില്ലേജിൽ നിന്ന് വന്നതാണ് എന്ന കാരണം കൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാനും അവൾക്ക് അവിടെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം നല്ല മഴയുള്ളപ്പോൾ ഡോർമെട്രി വിട്ട് പുറത്തിറങ്ങി പോകണമെന്ന് അവൾക്ക് തോന്നി. കുടചൂടി അവൾ മഴയത്തൂടെ നടന്നു. തെരുവിലെത്തിയതും ആ മഴയത്ത് സന്തോഷം കൊണ്ടവൾ ഡാൻസ് കളിച്ചു. അവൾ അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കെ ലീറാൻ അടുത്തുള്ള ഷോപ്പിലിരുന്ന് അവളെ കാണുന്നുണ്ട് എന്ന് ഷിയാഷിയ അറിഞ്ഞിരുന്നില്ല. വൈകാതെ ഷിയാഷിയയുടെ അടുത്തേക്ക് ലീറാൻ ചെല്ലുകയും അവളോട് സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ അകലം പാലിച്ച് ഷിയാഷിയ ഒഴിഞ്ഞു മാറിയെങ്കിലും ലീറാൻ അവളുടെ പിന്നാലെ ചെന്ന് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പതിയെ ആണെങ്കിലും ഷിയാഷിയ ദുഃഖിതയായിട്ടാണുള്ളത് എന്ന് ലീറാൻ തിരിച്ചറിഞ്ഞു. അതോടെ അവളെ സന്തോഷിപ്പിക്കാനും മറ്റും ലീറാൻ ചില ശ്രമങ്ങൾ നടത്തി. അത് വിജയിക്കുകയും അവൾ കുറച്ച് ഓക്കെയാവുകയും ചെയ്തു. അവളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ ഉണ്ടാവാനും താൻ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് അവൾക്ക് അവൻ തന്റെ ഫോൺ നമ്പറും കൊടുത്തു. അടുത്ത ദിവസം സ്കൂളിൽ ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. ഷിയാഷിയ സ്കൂൾ ക്ലീനിങ്ങിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവളുടെ ഡെസ്കിലെ സാധനങ്ങൾ താഴെ വീണു. അതിൽ ലീറാൻ അവൾക്ക് കൊടുത്ത വാക്ക്മാനും ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ പഠിപ്പി പെൺകുട്ടിയായ സിസി എന്ന പെൺകുട്ടിയും അത് കണ്ടു. സിസി ആ സ്കൂളിലെ പോപ്പുലർ പെൺകുട്ടികളിൽ ഒരാളാണ്. ലീറാൻ അടുക്കൽ നിന്നും ഷിയാഷിയ അത് മോഷ്ടിച്ചതാണ് എന്ന് സിസി ഉടൻ ആരോപിച്ചു. പണ്ട് തൊട്ടേ സിസിക്ക് ലീറാനുമേലൊരു കണ്ണുണ്ട്.
പക്ഷെ ഒരിക്കലും അവൻ ആ ബന്ധം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഷിയാഷിയുടെ അടുക്കൽ അവൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കൂടി സീസിയുടെ കണ്ണിൽ പെട്ടതോടെ മനഃപൂർവ്വം ഷിയാഷിയെ അപമാനിക്കാൻ സീസി ഒരു കാരണം മെനയുകയായിരുന്നു. ക്ലാസ് മുഴുവൻ ഷിയാഷിയെ ഒരു കള്ളിയെപ്പോലെ നോക്കി. പാവമായിരുന്ന ഷിയാഷിയെ ആകട്ടെ അത് കേട്ട് വിഷമിച്ച് ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. ദുഃഖം സഹിക്കവയ്യാതെ വന്നതും കരഞ്ഞുകൊണ്ട് അവൾ ക്ലാസ് റൂം വിട്ട് പുറത്തേക്കോടി. ശേഷം ലീറാനെ ഫോണിൽ വിളിച്ചു. കുറച്ചു കഴിഞ്ഞ് ലീറാൻ എത്തി അവളെ പിക്ക് ചെയ്തു. അവളെയും കൂട്ടി അവൻ അടുത്തുള്ളൊരു മ്യൂസിയത്തിലേക്ക് പോയി. അവൻ ഡൗൺ ആയിരിക്കുമ്പോൾ പോകുന്ന ഇടമായിരുന്നു അത്. അവിടെ വെച്ച് ഇരുവരും സംസാരിച്ചു. അപ്സെറ്റായിരുന്ന ഷിയാഷിയെ ആശ്വസിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. കാര്യം എന്തെന്ന് തിരക്കിയപ്പോൾ ഒടുവിൽ ഷിയാഷിയെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. സീസി തന്നെ വോക്ക്മാൻ മോഷ്ടിച്ചു എന്ന് കുറ്റപ്പെടുത്തി ക്ലാസ്സിൽ കള്ളിയാക്കിയതിനെ പറ്റിയൊക്കെയായിരുന്നു അത്. ഉടൻ ലീറാൻ ഒരു സത്യം പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ആ വോക്ക്മാൻ സീസിയുടേതാണെന്നും ആ വോക്ക്മാനാണ് താൻ ഷിയാഷിയക്ക് നൽകിയത് എന്നുമായിരുന്നു അത്. അത് കേട്ടതോടെ ഷിയാഷിയക്ക് വല്ലാതെ ദേഷ്യം വന്നു. ലീറാൻ കാരണം ക്ലാസ്സിൽ താൻ അപമാനിതയായി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് പോന്നു. പക്ഷേ അവൻ അവളോട് ക്ഷമ പറയുകയും ക്ഷമാപണം എന്ന രീതിയിൽ അവളെ ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ ആ പ്രശ്നം അന്നത്തോടെ കുറച്ചൊക്കെ സോൾവ് ആയിരുന്നു. വൈകാതെ സ്കൂൾ ഹോളിഡേയ്സ് എത്തി. ഷിയാഷിയ തന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പക്ഷേ ഷിയാഷിയക്ക് എപ്പോഴും ഒറ്റപ്പെടലായിരുന്നു. അമ്മ കൂടുതലായി അനിയനെ ഗൗനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പോലെയും തന്നോട് ദേഷ്യപ്പെടുന്ന പോലെയും സ്നേഹമൊന്നും ലഭിക്കാതിരിക്കുന്ന പോലെയുമൊക്കെ അവൾക്ക് അനുഭവപ്പെട്ടു. അവധി കഴിഞ്ഞതും അവൾ വീണ്ടും ഡോർമെട്രിയിലേക്ക് തിരികെ എത്തി. വിന്റർ സീസൺ ആരംഭിച്ചിരുന്നു. ലീറാൻ അവളെ സ്നോ കാണിക്കാനായി കൂട്ടിക്കൊണ്ട് പുറത്തിറങ്ങി. പക്ഷേ ഷിയാഷിയ എന്തോ അകലം അവനോട് കാണിക്കാൻ ആരംഭിച്ചിരുന്നു. അവളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം കണ്ട് എന്താ നിനക്ക് പറ്റിയത് എന്ന് ലീറാൻ അല്പം ക്ഷോഭത്തോടെ ചോദിച്ചു. വീട്ടിലെ അനുഭവങ്ങളും മറ്റും അവളുടെ ഉള്ളിൽ ഒരു ഭാരമേൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിരുന്ന ഷിയാഷിയ അന്ന് ലീറാനോട് പറഞ്ഞു, ഞാൻ സിറ്റിയിലേക്ക് വന്നത് പഠിക്കാനാണ്, അല്ലാതെ നിന്റൊപ്പം ഒരു റിലേഷൻഷിപ്പിലാവാനൊന്നുമല്ല. അവളിൽ നിന്നും അത് കേട്ടതും ലീറാൻ ഹേർട്ടായിരുന്നു. ദേഷ്യത്തിലും സങ്കടത്തിലും അവൻ അവിടെ നിന്ന് തിരികെ നടന്നു പോയി. അന്നു മുതൽ അവരുടെ റിലേഷൻഷിപ്പ് ചേഞ്ച് ആവുകയായിരുന്നു. അടുത്തൊരു ദിവസം ക്ലാസ് റൂമിന് വെളിയിൽ വെച്ച് ഷിൻക്യുയാൻ എന്ന പെൺകുട്ടി തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഷിയാഷിയെ ക്ഷണിച്ചു. ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരമായതിനാൽ ഷിയാഷി അതിന് സമ്മതിച്ചു. ബർത്ത്ഡേ പാർട്ടിക്ക് അവൾ എത്തി. പക്ഷേ ഗിഫ്റ്റ് കൊടുത്ത് വിഷ് ചെയ്യുന്നതിന് മുമ്പേ യാദൃച്ഛികവശാൽ അവൾ അവിടുണ്ടായിരുന്ന ലീറാന്റെ അടുക്കലേക്കും എത്തിപ്പെട്ടു. അവിടുണ്ടായിരുന്ന സീസി ഷിയാഷിയെ അപമാനിക്കാൻ അത് നല്ലൊരു ചാൻസ് കൂടിയായി നോക്കിക്കണ്ടു. ഷിൻക്യുയാനായി ഷിയാഷിയെ കൊണ്ടുവന്നിരുന്ന ഗിഫ്റ്റ് എടുത്തി അവൾ അത് തുറന്ന് ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് വസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഷിയാഷിയ കണ്ണുകൾ നിറഞ്ഞ് അപമാനിതയായിട്ട് നിൽക്കുമ്പോൾ ലീറാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവൾക്കരികിലേക്ക് ചെന്നു. അത് സീസിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചതേയുള്ളൂ. ഇവളെപ്പോലെ വില്ലേജിൽ നിന്ന് വന്ന ഒരുത്തിയെ ലീറാൻ എന്തിനാ ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നായി സീസിയുടെ ചോദ്യം. ഉടൻ തന്നെ ഷിയാഷിയ ലീറാന്റെ കൈ പിടിക്കുകയും അവൻ ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല, ഞങ്ങൾ പ്രണയിതാക്കളാണ് എന്ന് അവിടെ വെച്ചങ്ങ് പ്രഖ്യാപിച്ചു. ശേഷം ലീറാനെയും കൂട്ടി അവൾ അവിടെ നിന്നിറങ്ങിപ്പോയി. അത് കേട്ട് സീസി ഞെട്ടിത്തെറിച്ചു നിന്നിരുന്നു. പുറത്ത് മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. പുറത്തെത്തിയ ഷിയാഷിയ അപമാനിതയായ കാര്യമോർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. ലീറാൻ ആകട്ടെ അവളുടെ കൂടെയിരുന്ന് അവളെ ആശ്വസിപ്പിച്ചു. അന്നവർ മനസ്സു തുറന്ന് സംസാരിക്കുകയും ചെയ്തു. എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന വില കൂടിയ സാധനങ്ങളെ പറ്റി സംസാരിക്കുന്ന ഫ്രണ്ട്സിനിടയിൽ താൻ കംഫോർട്ടബിൾ അല്ലെന്നും താൻ ഒരു ഓർഡിനറി ഫാമിലിയിൽ നിന്നാ വരുന്നത്, തനിക്ക് അതിനെപ്പറ്റിയൊന്നും ധാരണയില്ലെന്നും അത് തന്നെ അപമാനിതയാക്കുന്നുണ്ട് എന്നും ഷിയാഷിയ ദുഃഖം പങ്കുവെച്ചു. ലീറാൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നവർക്ക് മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്. ഞാനൊരു വെൽത്തി ഫാമിലിയിൽ നിന്നാവാം, എനിക്ക് ലക്ഷറീസ് ഒക്കെയുണ്ട്, പക്ഷെ എനിക്ക് അമ്മയില്ല. അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് ഒറ്റപ്പെടലാണ്. അച്ഛനും തന്റെ കൂടെ ഇല്ല. എന്നിരുന്നാലും ജീവിക്കാൻ കഴിയുന്നു എന്നത് തന്നെ താൻ വലിയ കാര്യമായി കാണുന്നു. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ കഷ്ടപ്പാടുകളുണ്ട്. അന്ന് മനസ്സ് തുറന്നിരുവരും ഒരുപാട് സംസാരിച്ചു. അവർക്കിടയിലെ തെറ്റിദ്ധാരണകൾ മാറി അവർ വീണ്ടും ഒന്നിക്കുകയായിരുന്നു. കഥ പ്രസന്റിലേക്ക് തിരികെ എത്തുന്നു. ഷിയാഷിയ അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളും മറ്റും ചെയ്തു. ശേഷം അവരൊരു ടാക്സിയിൽ വീട്ടിലേക്ക്
മടങ്ങി. ഷിയാഷിയ നല്ല രീതിയിൽ ജോലി നോക്കിയിട്ടും വീട്ടിലൊരു കാറ് പോലുമില്ല എന്ന മട്ടിൽ കാറിലിരുന്നപ്പോൾ അമ്മ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. ഷിയാഷിയക്ക് അപമാനങ്ങൾ പേറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തന്റെ സഹോദരനെയും കൂട്ടി ഒരു കാർ ഡീലർഷിപ്പിലേക്ക് പോയി. കാറുകൾ നോക്കിക്കൊണ്ടിരിക്കെ അവിടെ വെച്ച് അവൾ വീണ്ടും ലീറാനെ കണ്ടുമുട്ടി. അവനേറെ സക്സസ്ഫുള്ളായ ഒരാളായി മാറിയിരുന്നു. വില കൂടിയ കാറുകളായിരുന്നു ഷിയാഷിയ നോക്കിയത്. ലീറാനാകട്ടെ അവൾക്കത് അഫോർഡ് ചെയ്യാൻ സാധിച്ചേക്കില്ല എന്ന രീതിയിൽ അവളോട് സംസാരിച്ചു. അത് ഷിയാഷിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. മാത്രമല്ല മറ്റൊരു പെൺകുട്ടി ലീറാനോട് അടുപ്പത്തിൽ സംസാരിക്കുന്നത് കണ്ടതും അതവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കുമോ വൈഫായിരിക്കുമോ എന്നൊക്കെ അവൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു. അന്ന് രാത്രിയിൽ വീട്ടിലിരുന്ന് ഷിയാഷിയെ അതൊക്കെ ചിന്തിച്ചിരിക്കെ ബ്രദർ അങ്ങോട്ടേക്ക് വന്നു. പുറത്തൊരാൾ വന്ന് കാണാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തവളെ കാത്തു നിന്നിരുന്നത് ലീറാനായിരുന്നു. അവരിരുവരും വീണ്ടും കണ്ടുമുട്ടി. എന്താ വന്നത് എന്ന് ഷിയാഷിയ ചോദിച്ചു. ലീറാൻ പറഞ്ഞു, 8 കൊല്ലങ്ങൾക്ക് മുമ്പ് നീ ഇതുപോലെ എന്നോട് സംസാരിക്കാതിരുന്നു. നിന്നോട് സംസാരിക്കാൻ ഞാനും മടിച്ചു നിന്നു. പിന്നീട് സംസാരിച്ചപ്പോൾ എന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്ന് നീയെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോഴും നിന്റെ ഉള്ളിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചാണ് താൻ വന്നത് എന്നായിരുന്നു അവൻ പറഞ്ഞത്. ഷിയാഷിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷം 2006. അവർ കപ്പിൾസായി മാറിയ ശേഷം സന്തോഷത്തോടെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഡോർമെട്രിയിലെ പൈപ്പ് പൊട്ടി ഡോർമെട്രി മുഴുവൻ വെള്ളമായി. ശാശ കംഫോർട്ടബിളായി താമസിക്കട്ടെ എന്ന് ലീറാൻ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് താൻ താമസിക്കുന്ന വലിയ ഹോട്ടലിലേക്ക് ലീറാൻ അവളെ ക്ഷണിച്ചു. പക്ഷെ അവർ ഹോട്ടൽ ലോബിയിൽ എത്തിയ സമയം അവിടെ സിസി ഉണ്ടായിരുന്നു. അവരെ ഒന്നിച്ചു കണ്ട സിസി അവിടെ നിന്നും ഫോട്ടോ പകർത്തി. അന്ന് ലീറാനും ഷിയാഷിയയും ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് സംസാരിച്ച് രാത്രി കഴിച്ചുകൂട്ടിയിരുന്നു. ഫ്യൂച്ചറിനെ പറ്റിയും സ്വപ്നങ്ങളെ പറ്റിയും ഒക്കെ അവർ ഡിസ്കസ് ചെയ്തു. ആ ഹോട്ടൽ മുറിയിൽ നഗരത്തിന്റെ വ്യൂവും കണ്ട് പ്രണയഭരിതമായി അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഷിയാഷിയയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. പക്ഷേ ഒന്നിച്ചുള്ള അവരുടെ അവസാന രാത്രിയും അതായിരിക്കുമെന്ന് അവർക്കപ്പോൾ അറിവുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അവർ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. പ്രിൻസിപ്പൽ അടക്കം അവിടെ ഉണ്ടായിരുന്നു. ഇരുവരുടെയും പാരന്റ്സും എത്തിയിരുന്നു. സിസി ടീച്ചറിനടുക്കൽ ലീറാനും ഷിയാഷിയയും ഒന്നിച്ചുള്ള ഫോട്ടോ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ ഒന്നിച്ച് ഹോട്ടലിൽ കഴിഞ്ഞു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് പോയത്. ഗ്രാമത്തിലുള്ള ഷിയാഷിയുടെ പാരന്റ്സിനെ അത് വലിയ തോതിൽ അഫക്റ്റ് ചെയ്തു. തങ്ങളെ ഷിയാഷിയെ അപമാനിച്ചതായി വരെ അവർക്ക് തോന്നി. അതോടെ ഷിയാഷിയെ വീണ്ടും ഗ്രാമത്തിലെ ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അവൾ പറയുന്നത് കേൾക്കാനോ ഒന്നും അവർ ഒരുക്കമായിരുന്നില്ല. സിറ്റിയിലെ സ്കൂൾ അറ്റൻഡ് ചെയ്ത് ഷിയാഷിയെ ഒരു തല്ലിപ്പൊളിയായി എന്ന അഭിപ്രായമായിരുന്നു അവരിൽ നിറഞ്ഞു നിന്നത്. വില്ലേജ് സ്കൂളിലേക്കും ഷിയാഷിയെ എത്തിച്ചേർന്നു. ആ സ്കൂളിലും ഷിയാഷിയെ പറ്റി അഭ്യൂഹങ്ങൾ പരക്കാൻ ആരംഭിച്ചിരുന്നു. വല്ലായ്മ തോന്നിയെങ്കിലും അതൊക്കെ അവഗണിച്ച് പഠിത്തത്തിൽ ശ്രദ്ധിക്കുവാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. അങ്ങനെയിരിക്കെ വില്ലേജിൽ ലീറാൻ ഷിയാഷിയെ കാണാനെത്തി. ഷിയാഷിയ അവനോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. തനിക്ക് വേണ്ടി സംസാരിച്ചില്ല നിന്നില്ല എന്നതായിരുന്നു ഷിയാഷിയെ അതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ ലീറാൻ തന്റെ അവസ്ഥകളും വിശദീകരിച്ചു. ലീറാന്റെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. വീട്ടിലും മറ്റുമായി വളരെ വലിയൊരു ടഫ് ടൈമിലൂടെയായിരുന്നു അവനും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവന് മനസ്സിലാക്കാൻ അന്നവൾക്ക് സാധിക്കുമായിരുന്നു. തെറ്റിദ്ധാരണകൾ മാറി അവർ വീണ്ടും ഒന്നിച്ചു. അന്ന് വീട്ടിലേക്കെത്തിയ ഷിയാഷിയ പാരന്റ്സിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഏറെ വ്യക്തതയോടെ പാരന്റ്സിനോട് സംസാരിച്ച് അവൾ അന്ന് നടന്നത് എന്താണെന്നും സിസി എന്ന പെൺകുട്ടി വ്യക്തിവൈരാഗ്യം തീർത്തതാണെന്നുമുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി. തനിക്ക് സിറ്റി ഹൈസ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കണമെന്നും ഇത്തവണത്തെ എക്സാമിൽ ഏറ്റവും മികച്ച മാർക്ക് താൻ വാങ്ങിയെടുക്കാമെന്നും അപ്പോൾ തനിക്ക് അവിടെ നിന്ന് വീണ്ടും ട്രാൻസ്ഫർ വാങ്ങി തരണമെന്നും അവൾ പാരന്റ്സിനോട് അപേക്ഷിച്ചു. ഹൈസ്കൂളിൽ അത്തവണ ഉയർന്ന മാർക്ക് വാങ്ങിയത് ഷിയാഷിയ തന്നെയായിരുന്നു. പാരന്റ്സും വാക്കുപാലിച്ചു. അവളെ പഴയ സിറ്റി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഷിയാഷിയ സ്കൂളിലേക്ക് തിരികെ എത്തിയത് സിസിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളെ വീണ്ടും കൊച്ചാക്കുവാനും അപമാനിക്കുവാനും സിസി ശ്രമം തുടങ്ങി. പക്ഷേ ഷിയാഷിയ പഴയ പാവത്താൻ പെൺകുട്ടിയായിട്ടായിരുന്നില്ല സ്കൂളിലേക്ക് തിരികെ എത്തിയത്. അവൾ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇത്തവണ സിസി അപമാനിച്ചപ്പോൾ കേട്ടു നിന്നുകൊടുക്കാൻ അവൾ നിന്നിരുന്നില്ല. അവൾ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് തനിക്കെതിരെ വന്ന ഓരോ ആരോപണങ്ങളും ഓരോ പ്രശ്നങ്ങളും അവൾ അത്തരത്തിലായിരുന്നു കൈകാര്യം ചെയ്തത്. പിന്നീട് ഷിയാഷിയ കൂടുതൽ കഠിനമായി പഠിക്കാൻ തുടങ്ങി. ലീറാനുമായും അവൾ ആവശ്യത്തിന് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. സ്കൂളിലെ മികച്ച പെർഫോമറായി ഷിയാഷിയ മാറിയ സമയം ഹോം റൂം ടീച്ചർ അവളെ
അവളെ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചു. സിംഗപ്പൂരിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പിനെ പറ്റി അവളെ അറിയിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. അവിടെ പഠിച്ചിറങ്ങിയാൽ 6 കൊല്ലമെങ്കിലും അവിടെ ജോലിയും ചെയ്യണം. ഷിയ ആകെ കൺഫ്യൂസ്ഡ് ആയി. എന്താണ് ചെയ്യേണ്ടത്? അവൾക്കൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലീറാനെ കണ്ട അഭിപ്രായം ചോദിക്കണം എന്ന് അവൾ കരുതി. പക്ഷേ ലീറാനെ കണ്ടു കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ ആ സമയം സുഖമില്ലാത്ത മുത്തച്ഛനെ പരിപാലിച്ച് മുത്തച്ഛന്റെ ഒപ്പമായിരുന്നു. ഷിയ പിന്നീട് വീട്ടിലേക്ക് പോയി പാരന്റ്സിനടുത്ത് അഭിപ്രായം ചോദിക്കുകയും സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അമ്മ അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു ചെയ്തത്. പെണ്ണുങ്ങൾ ഒരുപാടൊന്നും അങ്ങനെ പഠിക്കേണ്ടതില്ലെന്നും അവൾ വീട്ടിൽ നിന്ന് വീടിനെ ഹെൽപ്പ് ചെയ്ത് അവളുടെ സഹോദരനെ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഷിയയെയും അത് ചൊടിപ്പിച്ചിരുന്നു. അമ്മയും ഷിയയും തമ്മിൽ അന്ന് വലിയ വാക്കുതർക്കമുണ്ടായി. താൻ എത്ര നല്ലതൊക്കെ ചെയ്താലും സ്മാർട്ടായി ചെയ്താലും മാർക്ക് വാങ്ങിയാലും അമ്മ ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യാറില്ലെന്നും അനിയന് മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളെന്നും അവന് മാത്രമേ ഒക്കെ ചെയ്തു കൊടുക്കാറുള്ളൂ എന്നുമൊക്കെ അവൾ പറഞ്ഞു. തന്റെ അച്ചീവ്മെന്റിലും ഒന്നും അമ്മയ്ക്കൊരു സന്തോഷവുമില്ല എന്നും അവൾ കൂട്ടിച്ചേർത്തു. വാക്കുതർക്കം കനത്തപ്പോൾ അമ്മ ദേഷ്യപ്പെടുകയും അവളുടെ ബുക്കുകളും സ്റ്റഡി റൂമും അലങ്കോലമാക്കുകയും ഒക്കെ ചെയ്തു. ഷിയയ്ക്ക് ഇതൊക്കെ കണ്ട് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. തന്റെ ഫാമിലിയുടെ അടുത്തു നിന്നും ഒരു സപ്പോർട്ടുമില്ലല്ലോ എന്നവൾ വേദനയോടെ ഓർത്തു. അധികം വൈകാതെ ലീറാന്റെ ഗ്രാൻഡ് പാരന്റ് മരണപ്പെട്ടു. ഫ്യൂണറൽ ചടങ്ങിന് ഷിയയും ചെന്നിരുന്നു. അമ്മയുമായുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി അവനോട് സംസാരിക്കണം എന്ന് ഷിയക്കുണ്ടായിരുന്നു. പക്ഷേ ലീറാന്റെ അവസ്ഥയും സങ്കടവും കണ്ടപ്പോൾ അതൊന്നും പറയണ്ട എന്നവൾക്ക് തോന്നി. കൂടുതൽ സങ്കടങ്ങളൊക്കെ അവന്റെ മേലെ ഏൽപ്പിക്കുന്നത് എന്തിനാ എന്നവൾ ചിന്തിച്ചു. പിന്നീട് അവരൊന്നിച്ചൊരു ഹോളിഡേ ട്രിപ്പിന് പോയി. ആ നഗരവും പരിസരങ്ങളും ഒക്കെ അവർ ചുറ്റി ആസ്വദിച്ചു. കുറച്ചു നേരത്തേക്കെങ്കിലും ഇരുവരുടെയും സങ്കടങ്ങൾ അപ്രത്യക്ഷമായി. ഒരു ബോട്ട് റൈഡിനിടയിൽ ലീറാൻ മനസ്സ് തുറന്നു. ഷിയ എബ്രോഡിൽ പഠിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയും സ്കോളർഷിപ്പിനെ പറ്റിയുമൊക്കെ താൻ അറിഞ്ഞിരുന്നു എന്നവൻ വ്യക്തമാക്കി. കാര്യം അതോർത്ത് അവന് സങ്കടമൊന്നുമില്ലെങ്കിലും അവളിൽ നിന്നത് നേരിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന് ചെറിയൊരു പരിഭവവും അവൻ പറഞ്ഞു. ഷിയക്ക് താനത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല എന്നും അവൻ സൂചിപ്പിച്ചു. അതിൽ വല്ലാതെ വേദനയും നിറഞ്ഞു നിന്നിരുന്നു. വീട്ടിൽ നടന്ന കാര്യങ്ങളും താൻ അവനെ അന്വേഷിച്ചതൊക്കെയും ആ സമയം അവനോട് പറയണമെന്നവൾക്ക് തോന്നിയെങ്കിലും എന്തുകൊണ്ടോ അവളതൊക്കെ പറയാൻ മടിച്ചു. ഷിയ പോകുന്നത് ലീറാനെ സംബന്ധിച്ച് അത്രമേൽ വിഷമകരമായിരുന്നെങ്കിലും ആ യാത്രയും വിദേശത്തെ പഠനവുമൊക്കെ അവളുടെ സ്വപ്നത്തിന് എത്രമേൽ അത്യാവശ്യമാണ് എന്നവൻ തിരിച്ചറിഞ്ഞിരുന്നു. ഒടുവിൽ തന്റെ പ്രാർത്ഥനയും തന്റെ സപ്പോർട്ടും എപ്പോഴും അവൾക്കുണ്ടാകും എന്നും അവൻ വ്യക്തമാക്കി. പിന്നീട് പഠനത്തിനും മറ്റുമായി ഷിയ തന്റെ വഴിയിലേക്ക് പോയിരുന്നു. ലീറാൻ തന്റെ പാതയിലേക്കും കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. ലീറാനും ഷിയയും കാറിൽ നഗരം ചുറ്റി സഞ്ചരിച്ചു. അവരുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായതിനെ പറ്റിയൊക്കെ ഷെയർ ചെയ്തു. അടുത്ത ദിവസം ഷിയയുടെ ഫാമിലി റിസൾട്ട് അറിയാൻ ആശുപത്രിയിലെത്തി. ഷിയയുടെ അച്ഛന് ലിവർ ക്യാൻസർ പിടിപെട്ടിരുന്നു. ആ വാർത്ത ഷിയയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ലീറാൻ അടുക്കലെത്തി അവൾ സങ്കടത്തോടെ ആ വിവരം പറഞ്ഞു. വിവരമറിഞ്ഞ ലീറാൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. വൈകാതെ തന്റെ അച്ഛന്റെ സുഹൃത്തായ ഒരു ഡോക്ടറുടെ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് ഷിയയുടെ അച്ഛനെ മാറ്റാനും ട്രീറ്റ്മെന്റുകൾക്ക് സൗകര്യമൊരുക്കാനും ലീറാൻ ശ്രമിച്ചു. ലീറാന്റെ സഹായത്തോടെ വൈകാതെ ഷിയയുടെ അച്ഛനായി ഒരു ലിവർ ഡോണറെയും കണ്ടെത്താൻ കഴിഞ്ഞു. അത്ര നാൾ പിരിഞ്ഞിരുന്നിട്ടും അവൻ തന്നോട് കാണിക്കുന്ന സിൻസിയറിറ്റിയും സ്നേഹവുമൊക്കെ ഷിയയെ അതിശയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരിരുവരും അന്ന് പുറത്തു പോയപ്പോൾ സംസാരിച്ചു. ഷിയ ലീറാനോട് തന്റെ മനസ്സിലെ ആ സംശയം ചോദിച്ചു. നീ എന്നെ ഇങ്ങനെ സഹായിക്കുമ്പോ നിന്റെ ഗേൾഫ്രണ്ടില്ലേ, അവർക്ക് നിന്നോട് ദേഷ്യം തോന്നില്ലേ എന്ന് ചോദിച്ചു. ഉടൻ ലീറാന്റെ മറുപടി വന്നു. എന്റെ ഗേൾഫ്രണ്ടോ? അതാരാ? അന്ന് കാർ ഷോറൂമിൽ ഉണ്ടായിരുന്നില്ലേ? ഓ, നിനക്ക് ഓർമ്മക്കുറവുണ്ടല്ലേ. 8 കൊല്ലത്തിനു മുമ്പ് എനിക്കൊരു അനിയത്തിയുണ്ടെന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. അത് നീ മറന്നുപോയോ? അപ്പോഴായിരുന്നു അത് ലീറാന്റെ അനിയത്തിയാണ് എന്ന് ഷിയ തിരിച്ചറിയുന്നത്. വൈകാതെ ലീറാന്റെ അച്ഛന്റെ ഓർമ്മ ദിവസം വരികയായിരുന്നു. അന്ന് അവിടെ എത്തിയ ഷിയ ഒരു കാര്യം മനസ്സിലാക്കി. ഷിയ പോയ ശേഷം ഉടനായിരുന്നു ലീറാന്റെ അച്ഛൻ മരിച്ചത്. അച്ഛന് ഒരുപാട് ബാധ്യതയുണ്ടായിരുന്നു. ബാധ്യത തീർക്കുവാനും മറ്റുമായി പിന്നീട് ലീറാന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ല. ഉടൻ ഷിയ അത് തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാണ് ഒക്കെ അവസാനിപ്പിച്ചെന്ന പോലെ താൻ ലീറാനെ വിട്ട് വിദേശത്തേക്ക് പോയിട്ടും അവൻ തന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്താതിരുന്നതെന്ന്.
പിറ്റേന്ന് ഷിയ അച്ഛനൊപ്പം ആശുപത്രിയിൽ ഇരിക്കുകയായിരുന്നു. അച്ഛൻ മനസ്സ് തുറന്ന് അന്ന് അവളോട് സംസാരിച്ചു. മോളുടെ പൈസയൊന്നും വെറുതെ മൊത്തം തീർത്തു കളയണ്ട. ഞാൻ ജീവിക്കുമെന്നൊന്നും എനിക്ക് പോലും തോന്നുന്നില്ല. മോൾക്കു വേണ്ടി ഈ അച്ഛൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നിന്റെ സഹോദരന് വേണ്ടി ഒരുപാട് ചെയ്തു. മോൾ അച്ഛൻ പറയുന്ന കേൾക്കണം. നിന്റെ അമ്മ പലതും പറയും. മോളിനി അതൊന്നും ചെവി കൊടുക്കണ്ട. മോൾക്ക് ശരിയെന്ന് എന്താണോ തോന്നുന്നത് അത് സന്തോഷത്തോടെ ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി. വൈകാതെ ഷിയയുടെ അച്ഛൻ മരണപ്പെട്ടു. ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ലീറാനോടുള്ള തന്റെ താല്പര്യം ഷിയ പറഞ്ഞപ്പോൾ അവൻ വലിയ പണക്കാരനാണെന്നും അതൊന്നും നമുക്ക് ശരിയാവില്ല. അവൻ നിന്നെ ഉപേക്ഷിച്ചാലോ നീ അനാഥയാവില്ലേ എന്നൊക്കെ അമ്മ പറഞ്ഞു. ഇത്രനാളും ഞാൻ അനാഥയെ പോലെ തന്നെയാ ജീവിച്ചത്. സ്കോളർഷിപ്പ് കൊണ്ട് ഞാൻ പഠിച്ച് എന്റെ ജോലി സമ്പാദിച്ച് ആരും എനിക്കൊന്നും തന്നിട്ടില്ല. എന്നെ എല്ലാത്തിൽ നിന്നും വിലക്കിയിട്ടേയുള്ളൂ. എന്നിട്ടും നിങ്ങൾക്കൊക്കെ ഞാൻ വീട് വെച്ച് തന്നു, കാർ വാങ്ങി തന്നു, ഇതുവരെ എല്ലാം നോക്കി തന്നു. നിങ്ങൾ എന്നെ തടഞ്ഞ് ഇവന് സ്നേഹമൊക്കെ കൊടുത്തതുകൊണ്ട് ഇവനോട് എനിക്ക് വെറുപ്പും ദേഷ്യവും പോലുമായി. ഇനിയും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാനാണ് പോകുന്നത്. എനിക്കിനിയും കുടുംബം നോക്കാൻ വയ്യ. അമ്മ അവളോട് പോവരുതെന്ന് പറഞ്ഞെങ്കിലും അനിയൻ അമ്മയെ തടഞ്ഞു. അമ്മയോട് ഇനി ഞാൻ ഒക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ശേഷം അവൾ എഴുന്നേറ്റ് തിരികെ പോവാനുള്ള പാക്കിംഗ് തുടങ്ങി. അനിയൻ അവളുടെ അടുത്ത് വന്നിരുന്നു. അവളോട് സംസാരിച്ചു. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനൊന്നും അല്ലടാ എന്നായിരുന്നു ഷിയ പറഞ്ഞത്. അനിയൻ കാര്യങ്ങൾ വ്യക്തമാക്കി. അന്ന് വഴക്കൊക്കെ നടന്ന ശേഷം ചേച്ചി പോയില്ലേ. അമ്മ ചേച്ചിയോട് വളരെ ദേഷ്യത്തിലൊക്കെ പെരുമാറിയിരുന്നു എന്നത് ശരിയാ. പക്ഷെ അമ്മ എപ്പോഴും ചേച്ചിയോട് അഭിമാനിച്ചിരുന്നു. ദാ ഇത് കണ്ടോ, ചേച്ചിയെ പറ്റി പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ, ചേച്ചിയുടെ അച്ചീവ്മെന്റുകളൊക്കെ വെട്ടിയെടുത്തമ്മ സൂക്ഷിച്ചതാ. അമ്മ ചേച്ചിയെ അംഗീകരിക്കാതെയൊന്നും ഇരുന്നിട്ടില്ല. ഷിയ പറഞ്ഞു. എന്തും വൈകി കെട്ടിയിട്ട് ഒരു ഗുണവുമില്ലടാ. എന്തായാലും ഞാനിതൊന്നും അറിഞ്ഞെന്ന് അമ്മയോട് നീ പറയണ്ട. ഒക്കെ കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തിരികെ പോവാൻ തീരുമാനിച്ച ശേഷം ഷിയ ലീറാനെ കണ്ടു. ഷിയ പോകണം എന്ന് ലീറാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളെ തടഞ്ഞു നിർത്താൻ അവനപ്പോൾ സാധിക്കുമായിരുന്നുമില്ല. അവളുടെ സ്വപ്നങ്ങളും മറ്റും അവൻ അറിയാമായിരുന്നു. ഷിയക്കും താൻ ലീറാനൊപ്പം നിന്നാൽ താൻ അവനൊരു ഭാരമാകുമോ എന്ന ഭയമായിരുന്നു. വൈകാതെ ഷിയ തിരികെ പോയി. പക്ഷെ തിരികെ എത്തിയിട്ടും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലീറാന്റെ ഓർമ്മകൾ അവളിൽ വന്നു നിറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ജോലി റിസൈൻ ചെയ്ത് തിരികെ പോരുവാൻ അവൾ തീരുമാനിച്ചു. തിരികെ എത്തി അവൾ ലീറാനെ വിളിച്ചു. ലീറാൻ ഓടിയെത്തി. എന്താ പെട്ടെന്ന് വന്നതെന്ന് തിരക്കി. താൻ ജോലി രാജിവെച്ചെന്നും അവനായിട്ടാണ് വന്നത് എന്നും അവൾ പറഞ്ഞു. ഇത്രയും നാൾ ഭയത്തോടെ താൻ ഓടി ഒളിച്ചുകൊണ്ടിരുന്നു. ഇനിയും സാധിക്കില്ല. തനിക്കൊരു അവസരം കൂടി തരുവാൻ ലീറാന് സാധിക്കുമോ എന്നവൾ മനസ്സ് തുറന്നു ചോദിച്ചു. താൻ അവനെ പ്രണയിക്കുന്നത് അവൾ തുറന്നു പറഞ്ഞു. അവൻ തന്നെ റിജക്ട് ചെയ്താൽ പോലും ഇന്ന് തന്റെ ഈ പ്രവൃത്തിയിൽ തനിക്ക് ദുഃഖം തോന്നില്ല എന്നും അവൾ വ്യക്തമാക്കി. ചെറുചിരിയോടെ ലീറാൻ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ നീ പറക്കണമെന്നും നിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത് കാണണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. സത്യത്തിൽ നീ തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. എന്നും നിന്നെ പിരിയുന്നതോർത്ത് വറീഡാവണ്ടല്ലോ. ഞാനിപ്പോൾ പഴയ പേടിയൊന്നുമില്ലാത്ത ആ ഹൈസ്കൂൾ പയ്യനല്ല. മെച്ചുവേർഡായി കഴിഞ്ഞു. നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞില്ലേ. സത്യത്തിൽ ഞാനിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. അതൊന്നും അത്ര വിഷയമല്ല. അവൻ തന്നെ റിജക്ട് ചെയ്യാൻ പോകുന്നു എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒന്ന് നിർത്തി അവൻ പറഞ്ഞു. എനിക്ക് കടങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹണിമൂണിന്റെ പൈസ നീ കൊടുക്കണം. ഒന്ന് ഞെട്ടി ഷിയ കണ്ണുമിഴിച്ചു നോക്കി. ലീറാൻ പറഞ്ഞു. ഇത് പറയുമ്പോഴല്ലേ നീ എന്നെ കെട്ടിപ്പിടിക്കണ്ടേ. ചിരിയോട് മുന്നിട്ട് വന്ന് അവൾ അവനെ ചുംബിച്ചു. അവനെ കെട്ടിപ്പിടിച്ചു. അവരിരുവരും വീണ്ടും പ്രണയത്തിലാവുകയായിരുന്നില്ല. യാഥാർത്ഥ്യത്തിൽ അവരൊരിക്കലും പരസ്പരം പ്രണയിക്കുന്നത് നിർത്തിയിരുന്നതേയില്ല. അവരൊന്നിക്കുന്ന ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.